മന്ത്രിമാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് മന്ത്രിമാർ പറയുന്നു. മുഖ്യമന്ത്രി തന്നെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നത് PR ഏജൻസിക്ക് പറ്റിയ തെറ്റാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊന്നും വേണ്ട, PR നടത്താനുള്ള ശേഷി പറഞ്ഞ റിയാസിനും വീണക്കൊക്കെ തന്നെ ഉണ്ട്. അവർക്ക് തന്നെ സ്വയം PR ആയി മാറിയാലും അതേ ആവശ്യമുള്ളൂ. റിയാസ് PR ഏജൻസി ഇല്ലാന്ന് പറയുമ്പോൾ വിജയരാജ് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞത് PR ഏജൻസി എന്ന് വെച്ചാൽ അന്യരാജ്യത്ത് നുഴഞ്ഞ തീവ്രവാദികളൊന്നും അല്ലല്ലോ എന്നാണ്. പാർട്ടിയിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? റിയാസിന്റെയും വിജയരാമന്റെയും പ്രസ്താവനകൾ തമ്മിൽ നോക്കുമ്പോൾ പാർട്ടിയിൽ ഈ വിഷയത്തിൽ 40 അഭിപ്രായം ഉണ്ടാവും, അല്ലാതെ തർക്കമില്ല. ഒരഭിപ്രായം പറയാനില്ല നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിൻ്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത്. ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത്? CM സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും ഒക്കെ നല്ല പേടിയാണ്. യാതൊരു തർക്കമില്ല, എല്ലാവർക്കും ബോധ്യമായതാണല്ലോ. പാർട്ടി ആരെയാണ് പേടിക്കുന്നത്? CM. അപ്പോൾ എവിടെ പാർട്ടി കുടുങ്ങിക്കിടക്കുന്നത്? പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ അങ്ങാടിയിൽ ചുമടെടുക്കുന്ന CITU തൊഴിലാളിക്കും, ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന CITU തൊഴിലാളിക്കും, ഈ രാജ്യത്തെ മലമുകളിൽ കൃഷി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് കർഷകർക്കും, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും, ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രമാണ്. എങ്ങോട്ടാ കൊണ്ടുവന്നത്? പശ്ചിമ ബംഗാളോ ത്രിപുരയോ? അതാ എനിക്ക് ശേഷം പ്രളയം എന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനമെടുത്തോ? അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം. CPM നേതൃത്വം എക്സ്പ്ലെയിൻ ചെയ്യണം. മുഖ്യമന്ത്രി പേടിക്കാൻ എന്തായിരിക്കും കൃത്യമായ കാരണം? താങ്കൾ LDF MLA ആയിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആളല്ലേ, എന്തായിരിക്കും ആ മെന്റൽ ബ്ലോക്കിന്റെ കാരണം? അല്ല, ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ചിട്ട് എവിടെ എത്താത്തത്? എന്താണ് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്? എന്താണ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് എന്നെ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞാനിതിൻ്റെ പിന്നിലുണ്ടാകുന്നു, എന്നെ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ? ഇത്ര ദിവസമായി പറയുന്നു, വെല്ലുവിളിക്കുന്നത്, എന്താ അതിന് തയ്യാറില്ലാത്തത്? അത് ജനങ്ങൾ ആലോചിക്കട്ടെ എന്തുകൊണ്ടാകുന്നില്ലേ? അല്ലല്ല, ഞാനിപ്പോ ഈ നടന്ന കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് സുജിത് ദാസ് ജില്ലാ പോലീസ് സൂപ്രണ്ടായതിനു ശേഷം കരിപ്പൂർ എയർപോർട്ട് വഴി സുജിത് ദാസും ഈ പറയുന്ന ADGP അജിത് കുമാറും P ശശിയും കൂടി ഒരു നെക്സസായി നിന്നുകൊണ്ട്, ഒരു നെറ്റ്വർക്കായി നിന്നുകൊണ്ട് അവിടെ അതുവഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് കളവ് നടത്തിയതും ഗ്രീൻ ചാനൽ വഴി ഇവരുടെ നിർദ്ദേശപ്രകാരം ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ദുബായിലെ സ്വർണ്ണക്കടത്തുകാരുമായി ധാരണയുണ്ടാക്കി ഫ്രീ ആയിട്ട് ഗ്രീൻ ചാനൽ വഴി കടത്തിയിട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത്. പഴയ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാനത് പഠിച്ചിട്ടുമില്ല. ഇന്നലെ KT ജലീൽ വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം അങ്ങ് പറയുന്ന സൗഹൃദം തുടരും, പക്ഷേ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് പാർട്ടിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കും എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വരുന്നു? താങ്കളുടെ പാർട്ടിക്കെതിരെ പ്രചാരണത്തിന് ഇറങ്ങുന്നു. അല്ല, ഞാനതിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ജലീൽ MLA കുറ്റം പറയാൻ ഞാൻ ആളില്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ, ജനങ്ങളുടെ കാലിൽ, എൻ്റെ കാല് ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തീരുമാനത്തിലുണ്ടാവും. അദ്ദേഹം ഇത്ര ദിവസം സാധാരണ എല്ലാ വിഷയങ്ങൾക്കും സർക്കാരിനെയും CPM-നെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും കുറച്ച് ദിവസമായിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയോടോ CPM-നോടോ പ്രത്യേക ഒരു പ്രതിബദ്ധതയില്ല, ഇനി ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരം വന്ന് പറയുന്നത് എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ട് ആ രീതിയിൽ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ടോ? എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് പറയില്ല. അപ്പോൾ ആരെ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് മാറിയതാവും.
മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന്. അല്ല, ഈ ജീവനപ്പേടി ഇപ്പൊ നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. ഈ LDF-നെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു ഘട്ടം, ആ സമയത്തൊക്കെ KT ജലീലിന്റെ ഒരു പിന്തുണ ലഭിച്ചിരുന്നു ഇടതുപക്ഷ MLA-മാരുടെ. ഇതെന്താ അറിയോ മാഷേ, നമ്മൾ ഇത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ വിഷയത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു മനുഷ്യൻ്റെയും പിന്തുണ ഞാൻ തേടിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെയും. ഞാൻ ഈ വിഷയം കേരളത്തിലെ സഖാക്കളുടെ ഇടയിലേക്കും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്കുമാണ് ഞാൻ ഉയർത്തിയത്. ഇന്നും ഞാൻ ആ വിഷയത്തിൽ അതിൽ നമ്മളെ സഹായിക്കുന്നവരാരാ? സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സായ മനുഷ്യരാണ്. ഇവിടെ എൻ്റെ യോഗങ്ങളിലേക്ക് വരാൻ നിലമ്പൂരിൽ അതിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല. കാരണം അവർ റേഷൻ കാർഡ് പുതുക്കാൻ നിൽക്കുകയാണ്, അവർ ഈ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കിട്ടാൻ നിൽക്കുകയാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിദ്യാഭ്യാസ സഹായം കിട്ടാൻ കാത്തിരിക്കുകയാണ്. വേറെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഇവരെയൊക്കെ കണ്ണുരുട്ടി ഇവർ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്കൊന്നും ആ മറ കടന്ന് വരാനുള്ള ശേഷി സാധുക്കൾക്കില്ല. പലരോടും ഞാൻ പറഞ്ഞത് നിങ്ങൾ വരണ്ടെന്നാ. ഈ ഒരു ജാഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു വീട് പോയാൽ ഞാൻ എത്രാക്ക് വീട് ഉണ്ടാക്കി കൊടുക്കും? എത്രാക്ക് എനിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? നമ്മൾ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവാനും വീടുണ്ടാവാനും അവർക്ക് സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാനുമുള്ള പോരാട്ടമാണ്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന് ഇവർക്ക് ഇത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയവർ അവരോട് വരണ്ടെന്ന് ഞാൻ പറയുന്നു.